മാധ്യമങ്ങൾക്ക് ഒരു വിചാരമുണ്ട്. അവര് എല്ലാം തികഞ്ഞവരാണ്. അവരെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അവർക്ക് ആരോട് വേണമെങ്കിലും എന്തു വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങളുമായി അവര് ചെന്ന് പെട്ടത് ഒരേറ്റ ടീമിന്റെ അരികിലാണ്. ഒന്ന് കണ്ടു നോക്കൂ. ശക്തമായ നിലപാടെടുത്ത് പാർട്ടിക്ക് പുറത്തു നിർത്തിയ വ്യക്തികളാണ്. അതിൽ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടൊരു നിലപാട് പറയുന്നതിന് രമേശ് പിഷാരടിക്ക് തടസ്സമാകുന്ന ഘടകം എന്താണ് ബോൾഡായിട്ടുള്ള നിലപാട്? നിങ്ങളായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിൽ പറയുന്ന ബോൾഡായിട്ടുള്ള നിലപാട് എന്താണ്? വ്യക്തിപരമായ വിഷയം എന്ന് പറഞ്ഞ് ചുരുക്കി കെട്ടാൻ പറ്റില്ലല്ലോ. കാരണം വ്യക്തിപരമായിട്ടുള്ള വിഷയമല്ലല്ലോ. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഷയമല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ളവർ ചെയ്യുമ്പോൾ ആ നിലയിൽ നിലപാട് എന്താണ്? എങ്ങനെയാണ് അതിനെ ഞാൻ അഡ്രസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് എനിക്കൊന്ന് പറഞ്ഞുതരൂ. പൂർണ്ണമായും തള്ളിക്കളയണം. അതല്ലേ ഞാൻ ചെയ്തത്. പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതല്ലേ ഞാൻ ചെയ്തത്. തെറ്റ് കിട്ടിയ ആൾക്ക് ശിക്ഷ കിട്ടണം. അതല്ലേ ഇവിടുത്തെ നിയമ സംവിധാനം. അത് തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ ലഭിക്കണം, ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് പറയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ രാഹുൽ മങ്കുട്ടത്ത് വിഷയമായാലും മറ്റു വിഷയങ്ങളായാലും പൂർണ്ണമായും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എങ്ങനെ ഒരു നിലപാട്? പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട്. ഞാൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പറയും. എങ്ങനെ നിങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു പോരെ? പോവാണോ?